എല്ലാവർക്കും സ്വാഗതം. ഞാൻ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഏകാംഗിയുടെ ബാക്കി ഭാഗവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2-3 കഥാപാത്രത്തിലേക്ക് ഈ ഏകാംഗിയിൽ പരിചയപ്പെടുന്നു. മമ്മി പാപ്പ ഉണ്ടായിരുന്നു, ശുഭം ഉണ്ടായിരുന്നു, അങ്കിത് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ശിവാനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവരുടെ ഏകാംഗി നമ്മൾ കുറച്ച് ഭാഗം പഠിച്ചത്. ബാല ഏകാംഗിയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അതിന്റെ ബാക്കി ഭാഗം പൂർത്തീകരിക്കാം. നോക്കിയോളൂ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് എവിടെയായിരുന്നു? അതായത് നമ്മളുടെ ജപ്പാനിലൊരു ഭൂകമ്പം ഉണ്ടാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഒന്നും വീട്ടിൽ അമ്മ അറിയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമായിരുന്നു. പപ്പ വന്ന് എന്ത് ചെയ്യുന്നു? പപ്പ വന്ന് ചെറിയ ഡോസ് ഒക്കെ കൊടുക്കുന്നതായിരുന്നു നമ്മൾ പറഞ്ഞത്. ജറൂറി ഖുറാഖ് എന്ന് പറയുന്ന ആ ഒരു ഏകാംഗിയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. हिंदी समाचार पत्र 2 के रूप में लटकी बोलती हुई मंच के निचले सिर से ऊपरी सिर की ओर गुजर जाती है. लड़की 1. अब सुबह लगभग 5 बजे जापान का टोक्यो शहर जबरदस्त भूकंप के कारण तबाह हो गया है. कितनी ही इमारतें जमीन के दांत से गई. हजारों लोग मलबे के नीचे दबे पड़े हैं. इसी बीच पापा का मंच पर प्रवेश होने के रखे टेलीविजन के सामने रखी मेज पर से रिमोट उड़ाकर चैनल बदलने लगते. मम्मी हक भगाकर गुस्से में, अरे अरे यह क्या कर रहे हैं? पापा न्यूज चैनल पर लग रहा है. मम्मी हे भगवान, मनोरंजन चैनल से ही इतनी चिट क्यों आपको? അതായത് നമ്മൾ കഴിഞ്ഞ ഭാഗം പഠിച്ച ഒരു അംഗ്രേസി ന്യൂസ് കേൾക്കുന്നതായിട്ടായിരുന്നു പഠിച്ചത്, ഒരു ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കുന്ന പഠിച്ചത്. ഇനി അടുത്ത ഭാഗം എന്താണ്? ഹിന്ദി സമാചാർ പത്ര. ഇനി അടുത്ത ഹിന്ദി സമാചാർ പത്രന്റെ രൂപക്കെ ലഡ്കി ഏക്, ആ രൂപത്തിൽ ഒന്നാമത്തെ പെൺകുട്ടി വന്ന് പറയുകയാണ്. ബോൾത്തി ഹുയി മഞ്ച് കെ നിച്ചലെ സിർ സെ ഊപ്പർ സിരേ കി ഓർ ഗുസർ ജാത്തി ഹെ. അതായത് എന്താണ്, ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തോട്ട്, സ്റ്റേജിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒന്നാമത്തെ പെൺകുട്ടി ഹിന്ദി സമാചാർ പത്രം വായിച്ചുകൊണ്ട് പോകുന്നു. ലഡ്കി ഏക്. അപ്പൊ വായിക്കുന്ന ഹിന്ദി പത്രത്തിലുള്ള ന്യൂസ് ആണ് നമ്മൾ താഴേക്ക് കൊടുത്തേക്കുന്നത്. आज सुबह लगभग 5 बजे जापान का टोक्यो शहर जबरदस्त भूकंप के कारण तबाह हो गया है. ഇന്ന് രാവിലെ ഏകദേശം 5 മണിക്ക് ജപ്പാനിലെ ടോക്കിയോ നഗരത്തില് ഭൂകമ്പം ഉണ്ടായത് കാരണം എന്താണ്, പല ആളുകൾക്കും വീടുകൾ നഷ്ടപ്പെട്ടു പോയി. കിത്നി ഹി ഇമാരത്തെ ജമീൻ മേ ധാത് ഗയി ഹെ. എത്ര ആളുകളാണ് ആ മണ്ണിനടിയിൽ പെട്ടുപോയത്, നിലത്ത് വീണത്. ഇനിയോ ഹസാരോ ലോകം മൽകേക്കെ നീച്ചെ ദബേ പടേ. ആയിരക്കണക്കിന് ആളുകൾ കെട്ടിടത്തിന് അടിയിലായി പോയി. ഇസൈ ബീച്ച്, ഈ സമയത്താണ് പാപ്പാക്ക മഞ്ച് പർ പ്രവേശിച്ചു, അച്ഛൻ സ്റ്റേജിലേക്ക് കയറി വരുന്നത്. കോനേമേ രഖേ ടെലിവിഷൻ കെ സാമനെ രഖി മേസ് പർ സെ റിമോട്ട് ഉടാക്കർ ചാനൽ ബദലനെ രഖി. ഒരു സൈഡിൽ ഇരിക്കുന്ന മേശപ്പുറത്ത് എന്താണ്, ഒരു കോണിലിരിക്കുന്ന ഒരു മേശപ്പുറത്തിരിക്കുന്ന നമ്മുടെ റിമോട്ട് എടുക്കുന്നു. എന്നിട്ട് ചാനൽ ബദലിനെ ഇറങ്ങി ചാനൽ മാറ്റാനായിട്ട് തുടങ്ങി. മമ്മി, അമ്മ പറയാണ് ബഗാക്കർ ഹുസേമെ. അമ്മയുടെ സൗണ്ട് ഒക്കെ ഇടറിക്കൊണ്ട് അമ്മ ദേഷ്യത്തിൽ പറയുകയാണ്. അരേ അരേ ക്യാ കർ രഹേ ഹേ. അല്ല ഇതെന്തുവായി കാണിക്കുന്നത്? അപ്പൊ പാപ്പ പറയുകയാണ് ന്യൂസ് ചാനൽ പർ ലഗ രഹാവും. ന്യൂസ് ചാനൽ മാറ്റാനായിട്ട് ഇടാൻ പോവുകയാ. അപ്പൊ മമ്മി പറയാണ് ഹേ ഭഗവാൻ, മനോരഞ്ജൻ ചാനൽ സേ ഇതനി ചിട്ട് ക്യോ ഹേ ആക്കോ. എന്താണ് ഈ എന്റർടൈൻമെന്റ് ചാനൽ? മനോരഞ്ജൻ എന്റർടൈൻമെന്റ്, ഈ എന്റർടൈൻമെന്റ് ചാനൽ നിങ്ങൾക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ലേ? എന്ത് പറ്റി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാത്തത്? അപ്പൊ പാപ്പ പറയുകയാണ് റിമോട്ട് സെ ചാനൽ ബദൽത്തേ ഹുയേ. അച്ഛൻ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റിക്കൊണ്ട് പറയുകയാണ് നിഠല്ല നകാര ഓർ ബുദ്ധിഹീൻ ബനാ ഡാൽനെ വാലെ ചാനലോ കോ മനോരഞ്ജൻ ചാനൽ സമച്ചാന പതാ നഹി കബ് ചോടേഗി തും. ഇനി പറയാണ് നിഠല്ല ഓർ നഖാര, അതായത് എന്താണ്, വിവരവും ബോധവും ഒന്നും ഇല്ലാത്തതും അതേപോലെ ഓർ ബുദ്ധിഹീന്, ബുദ്ധിയൊന്നും തരാത്തതുമായ, അതൊന്നും തരാത്ത ഈ ചാനൽ ഉണ്ടല്ലോ, ഈ എന്റർടൈൻമെന്റ് ചാനൽ, ബുദ്ധി വിവരം ഒന്നും വെപ്പിക്കാത്ത ഈ എന്റർടൈൻമെന്റ് ചാനല് നിനക്കെന്താണ് ഇത്രയും ഇഷ്ടം? നഹി കവ് ചോടുന്നു. ഇതെന്നാ നീ ഇത് ഉപേക്ഷിക്കുന്നത്? ഈ ചാനൽ നീ എന്ന് ഉപേക്ഷിക്കും? മമ്മി പറയാണ് 51 पर लगाओ. 51 ചാനൽ വെച്ചേ. ന്യൂസ് ചാനൽ 51 കെ ബാധ 51 കഴിഞ്ഞിട്ടാണ് എന്ത് ന്യൂസ് ചാനൽ എല്ലാം വരുന്നത്. നാഷ് കർ ദിയ സാരെ സീരിയൽ, എല്ലാ സീരിയലും കൊണ്ടുപോയി നശിപ്പിച്ച് കളയുകയും ചെയ്തു. പാപ്പ ന്യൂസ് ചാനൽ പർ പഹൂഞ്ച് ജാത്തേ ഹെ. അച്ഛൻ എന്ത് ചെയ്തു? ന്യൂസ് ചാനൽ വെക്കുകയാണ്. സമാചാർ വാചിക. അപ്പൊ ന്യൂസ് ചാനൽ വെച്ചപ്പോൾ അതിൽ കേട്ട നമ്മളുടെ സമാചാർ വാചിക, അതായത് പത്രം വായിക്കുകയാണ്, വാർത്ത വായിക്കുന്ന സ്ത്രീ.
पूरे टोक्यो शहर में बिजली की सप्लाई टुम्ब पर गई है और टावर टूट गई है, जिससे कारण शहर का संपर्क बाकी जगहों से खत्म हो गया है। इस भूकंप की तीव्रता रिक्टर पैने पर 7.5 मापी गई। जापान में पिछले माह भी भूकंप आया था. അപ്പൊ ആ ന്യൂസ് ചാനൽ വെച്ചപ്പോൾ അതിൽ കേൾക്കുന്ന വാർത്തയാണ് ഈ കൊടുത്തേക്കുന്നത്. പൂരെ ടോക്കിയോ ഷഹർമേ, ടോക്കിയോ ഷഹർ എന്ന് വെച്ചാൽ പട്ടണം. ടോക്കിയോ പട്ടണത്തിൽ മൊത്തത്തിൽ എന്താണ് ബിജ്ലിക്ക് സൽപായി ടംബ് പർ ഗയി ഹേ. അതായത് ബിജ്ലിക്ക് സൽപായി, ബിജ്ലി എന്ന് വെച്ചാൽ കറണ്ടിന്റെ ബന്ധമെല്ലാം പോയിരിക്കുന്നു, വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ടവർ ടൂട്ട് ഗയി ഹേ, ടവർ എല്ലാം ഒടിഞ്ഞു പോയിരിക്കുന്നു. जिससे कारण शहर का संपर्क बाकी जगहों से खत्म हो गया है. ഇത് കാരണം നമ്മളുടെ ഈ പട്ടണം മറ്റുള്ള ദേശങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്താനായിട്ട് കഴിയുന്നില്ല. അവിടുത്തെ വൈദ്യുതിയും പോയി, അവിടുത്തെ ടവറെല്ലാം നാശമായി പോയില്ലേ, അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. इस भूकंप की तीव्रता रिक्टर पैमाने 7.1 മാപി ഗയി ഹെ. അതായത് ഈ ഭൂകമ്പത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലില് 7.1 ആണ്. ജപ്പാൻ में पिछले माह भी ഭൂകമ്പ് ആയതാണ്. അതായത് കഴിഞ്ഞ മാസത്തിലും ജപ്പാനിലെ ഭൂകമ്പം ഇതുപോലെ വന്നിരുന്നു. പാപ്പ പറയുകയാണ്, മമ്മിസെ അമ്മയോട് പറയാണ്, സുൻ രഹി ഹോ, കേൾക്കുന്നുണ്ടോ നീ ഇത്? മമ്മി പറയാണ്, കബ് ഹുവാ, ഇത് എപ്പോഴാ സംഭവിച്ചത്? പാപ്പ പറയാണ്, ഘർ മേ തീൻ അഖ്ബാർ ആത്തെ ഹെ, ദോ ഹിന്ദി കെ ഓർ ഏക് അംഗ്രേസി കാ. വീട്ടിലെന്താണ് മൂന്ന് പത്രമാണ് ഇവിടെ ഉള്ളത്. രണ്ട് ഹിന്ദി പത്രവും അതേപോലെ ഒരു ഇംഗ്ലീഷ് പത്രവും, 3 പത്രമാണ് ഈ വീട്ടിലുള്ളത്. तीनों चीख चीख कर सुबह से एक समाचार सुना रहे हैं लेकिन आप है कि. അതായത് 3 പത്രത്തിലും എന്താണ് വളരെ ഒച്ചത്തിലാണ് ഈ എന്താണ് എഴുതി വെച്ചേക്കുന്നത്. വളരെ വലിയ ശബ്ദത്തോടു കൂടിയാ 3 പത്രത്തിനകത്ത് ഇത് എഴുതി വെച്ചേക്കുന്നത്, ഇങ്ങനെ സംഭവങ്ങൾ നടന്നത്. അതൊന്നും നീ കണ്ടില്ലയോ? അപ്പൊ മമ്മി പറയാണ്, ചീക്ക് ചീക്ക് കർ സുനാ രഹി ഹെ. പിന്നെ നിലവിളിച്ചുകൊണ്ടുണ്ടായിരുന്നു. മുച്ചേത്തോ ഏക ശബ്ദ ഭി സുനായി നഹി ദിയ, ഞാൻ ഒരു സൗണ്ട് കേട്ടില്ല. അപ്പം പാപ്പ പറയാണ്, सुबह से शाम तक मनोरंजन के डूबे रहने वाले लोगों को दर्द में डूबे लोगों की चीखें सुनाई नहीं देती രമാജി. അച്ഛൻ പറയാണ്, രമാജി രമേ എന്താണ് സുബഹ സേ ഷാം തക്ക്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഈ എന്റർടൈൻമെന്റ് ചാനൽ കാണുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊന്നും, അങ്ങനെയുള്ള ആളുകൾക്ക് ദർദമേ ഡൂബേ ലോകോങ്കോ, വേദന അനുഭവിക്കുന്ന ജനങ്ങളുടെ നിലവിളിയൊന്നും കേൾക്കുന്നില്ല. കേട്ടോ രമാജി എന്ന് ആര് പറയുന്നു? അച്ഛൻ പറയുന്നു. അപ്പൊ അച്ഛൻ ചെറിയൊരു ഡോസ് കൊടുത്തതാണല്ലേ. രാവിലെ മുതൽ ഈ എന്റർടൈൻമെന്റ് ചാനൽ കണ്ടോണ്ടിരുന്ന എങ്ങനെയാണ് ഈ നിലവിളിക്കുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ മമ്മി പറയാണ്, കൈസി ബാത്തേം കർത്തേ ഹെ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ പാപ്പ പറയാണ്, ടീക്ക് കഹ് രഹാഹു, സത്യമാണ് ഞാൻ പറയുന്നത്. ഹാത്ത് സേ ഇഷാര കർക്കെ, കൈ അങ്ങോട്ട് ചൂണ്ടിക്കൊണ്ട് പറയാം, എന്താ സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇത്രയും മോട്ടെ അക്ഷരവുമേ ഹെഡ് ന്യൂസ് ചപി ഹെ, ഇത്രയും വലിയ ഇത്രയും ഉരുട്ടി പിടിപ്പിച്ച് ഹെഡ് ന്യൂസ് എഴുതി വെച്ചേക്കുന്നത്, ഹെഡ്ലൈൻ ഉണ്ട്. സബി അഖ്ബാറോമേ, എല്ലാ പത്രത്തിലും കിടക്കുന്ന ഹെഡ്ലൈൻ നല്ല ഉരുട്ടി പിടിപ്പിച്ച്. എന്നിട്ടോ ആങ്ക് ഉടാക്കർ കബി ദേഖ്തി ഹോ അഖ്ബാർ കിയോ, കണ്ണു തുറന്ന് എപ്പോഴെങ്കിലും നീ ഈ പത്രത്തിലോട്ടൊന്ന് നോക്കിയോ? മമ്മി പറയുകയാണ്, ഖർക്കെ കാം കാജ് സേ ഫുസർത്തി മിലെ തഭി തോ കോയി അഖ്ബാർ ദേഖ് പടേ. വീട്ടിലെ ജോലി തന്നെ ഒഴിഞ്ഞിട്ട് ഫ്രീ ടൈം ഇല്ല. ഫുസറത്ത് എന്ന് വെച്ചാൽ ഫ്രീ എന്താണ് ടൈം, അതായത് വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് ഫ്രീ ടൈം കിട്ടുന്നില്ല, പിന്നെയാണ് എന്ത് പത്രം വായിക്കുന്നത്. അപ്പൊ പാപ്പ പറയുകയാണ്, അച്ഛൻ പറയുകയാണ്, എന്ത് ടീക്ക് ഹത്തി, സത്യം ഉള്ള കാര്യം തന്നെയാണ്. എന്ത് ഉൾട്ടേ സീതേ സീരിയൽ സേ तो तुम जैसे करके काम करते करते देखती रही हो. അതായത് ഈ ആളുകളെ വഴിതെറ്റിക്കുന്ന ഈ സീരിയൽ ഉണ്ടല്ലോ, അത് നീ എന്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് നിനക്ക് കാണാൻ പറ്റും. അപ്പൊ നിനക്ക് വീട്ടിലെ ജോലിയല്ല, അത് കാണാൻ നിനക്ക് ജോലിയെല്ലാം ചെയ്യാനായിട്ട് കഴിയും. പിന്നെയോ, അപ്പൊ അമ്മ എങ്ങനെ സീരിയൽ കാണാൻ വേണ്ടി ജോലിയൊക്കെ പെട്ടെന്ന് ഒതുക്കി വെക്കും, അല്ലെങ്കിൽ ജോലി കണ്ടോണ്ടാണ് സീരിയൽ കാണുന്നത്. അപ്പൊ മമ്മി പറയുകയാണ്, ബസ് മതി, അതെ നിർത്ത്. काम काज में चाहे जितना खड़े मनोरंजन के आसपास न भगट जाए घर की औरत. ഇനി അമ്മ ചോദിക്കുകയാണ്, വീട്ടുജോലിയെല്ലാം ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരൊരിക്കലും അങ്ങനെ പോയ വീട്ടുജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ ആരും എന്താ ഒരിക്കലും ഈ എന്റർടൈൻമെന്റ് ചാനലൊന്നും കാണരുത് എന്നാണോ പറയുന്നത്? അമ്മ എങ്ങനെ ചോദിക്കണം. വീട്ടിലുള്ള സ്ത്രീകൾ എന്തുവാ ഒരിക്കലും സീരിയലും ടി വി ഒന്നും കണ്ടുകൂടായോ? അപ്പോഴത്തേക്ക് പാപ്പ പറയുകയാണ്, രമ തു മേരി ബാത്ത് കോ ഗലത്ത് സമझ रही हो. രമേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, എന്റെ മേരി ബാത്ത്, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ എന്താണ് ഗലത്ത് സമझ रही हो, നീ തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. മേരി കഹനെ കാ മതലബ് ഹേ കൈ കി
न तो घर के काम काज और न ही अपने मनोरंजन में हमें इस कदर डूब जाना चाहिए कि हम अपने आसपास के लोगों के दुख दर्द देख ही न പായേ. അച്ഛൻ പറയുകയാണ്, രമേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ എന്താണ്, നീ നെഗറ്റീവായിട്ടാണ് നീ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. നീ അപ്പൊ എന്ത് ചെയ്യുക, മേരെ കഹനേക്കാ മതിലും ബന്ധി, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഘർക്കെ കാം കാഞ്ചുമേ, അതായത് വീട്ടിലെ ജോലികളിലും, അതിൽ ഓർണഹി അപ്പനെ മനോരഞ്ജന്മേ, അതേപോലെ വീട്ടിൽ കാണുന്ന എന്റർടൈൻമെന്റുകളും ഒക്കെ ഉണ്ടല്ലോ, അതിലും അമ്മ ഈ കഥ ട്യൂബ് ജാനാ ചാഹിയെ, നമ്മൾ അതിനകത്ത് ഒത്തിരി ഒന്നും മുഴുകി പോകാനായിട്ട് പാടില്ല. നമ്മൾ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യണം, അതേപോലെ എന്റർടൈൻമെന്റ് കാണണം എന്ന് വെച്ചാൽ അതിലൊന്നും അധികം മുഴുകരുത്. പിന്നെയോ हम अपने आसपास के लोगों के दुख दर्द, നമ്മൾ നമ്മുടെ സമീപത്തുള്ള ആളുകളുടെ ദുഃഖവും വേദനയൊക്കെ ഒന്ന് നമ്മൾ കാണണം. അപ്പൊ മമ്മി പറയാം ഐ എം സോറി, അമ്മ പറയാണെന്ത് ഐ എം സോറി, അമ്മ അപ്പൊ സോറി പറഞ്ഞു. അപ്പൊ പാപ്പ പറയുകയാണ്, जापान में आज सुबह सैकड़ों लोग मौत के मुंह में समा गए, सैकड़ों लोग लापता है, जान और माल दोनों का नुकसान हुआ है. माना कि जापान एक दूसरा देश है, लेकिन है तो सब मनुष्य ही. അപ്പൊ അച്ഛൻ പറയുകയാണ്, ജപ്പാൻ മേ ആജ് സുബഹ് സൈക്കടോ ലോഗ് മൗത്ത് കെ മുഹ് മേ സമാ ഗയേ ഹേ. ജപ്പാനിൽ ഇന്ന് എന്താണ് ധാരാളം ആളുകൾ എന്ത് ചെയ്തു, കോടിക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അവരുടെ വീടെല്ലാം നഷ്ടപ്പെട്ടവർ പോയിരിക്കുന്നു. സൈക്കടോ ലോഗ് ലബ്താഹെ, കുറെ ആളുകൾ എന്ത് സംഭവിച്ചിരിക്കുന്നു, അവര് വീടും എല്ലാം നഷ്ടപ്പെട്ട് അനാഥരായിരിക്കുകയാണ്. ജാൻ ഓർ മാൽ ദോനോ കാ നുക്സാൻ ഹുവാ ഹെ, ജീവനും സ്വത്തിനും വേണ്ടി അവരെല്ലാവരും കഷ്ടപ്പെടുകയാണ്. അതെല്ലാം എന്താണ്, ആളുകൾ എടുത്തോണ്ട് പോയിരിക്കുകയാണ്. മാനാക്കി ജപ്പാൻ ഏക് ദൂസരാ ദേശ് ഹെ, ചിന്തിക്കുകയാണെങ്കിൽ ജപ്പാൻ വേറെ ഒരു രാജ്യമാണ്. ലേക്കിൻ തോ സബ് മനുഷ്യ, എന്നാലും അവരെന്താണ്, മനുഷ്യര് തന്നെയാണ് അല്ലെ. മമ്മി പറയാണ് ടേക്ക് കവത്തേഹോ, അതെ സത്യം തന്നെയാണ് പറയുന്നത്. മുझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए. ഞാൻ ഇനി എന്റെ എന്റർടൈൻമെന്റ് എന്താണ്, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും. ഞാൻ ഇനി എന്താ എന്റർടൈൻമെന്റ്, ഞാൻ ഇനി അധികം സീരിയലൊന്നും കാണത്തില്ല, ഞാൻ ഇതൊക്കെ ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും. പാപ്പ പറയാം സിർ തുമേ നഹി ദർശകോ കി ഓർ ഇഷാര കർക്കെ ഹം സബീകോ. ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഇത് പറഞ്ഞത്, എന്താണ് ഹം സബീകോ, നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ദൃശ്യ സമാപ്തം, അങ്ങനെ ആ ദൃശ്യം അവസാനിക്കുന്നു. അപ്പൊ നമ്മള് ഒരു എന്താണ്, ഒരു ഏകാംഗിയാണ് പഠിച്ചത് അല്ലെ. ആ ഏകാംഗിയിൽ പറയുന്നത് എന്താണ്, ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ഒരുപോലെയാണ്, നമ്മൾ എല്ലാത്തിലും മുഴുകിയിരിക്കുന്നെങ്കിലും നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ദുഃഖങ്ങളും വേദനകളും ഒന്ന് അറിയുക. ഈ ചില സ്ത്രീകളൊക്കെ ഉണ്ട് വീട്ടില് പത്രങ്ങൾ, ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് 3 പത്രങ്ങളാണ് വീട്ടിൽ വരുന്നത്, എന്നിട്ടും എന്താണ് ഒന്നും അറിയുന്നില്ല അല്ലെ. വലിയ അക്ഷരത്തിൽ ഇങ്ങനെ ഹെഡ്ലൈൻ കണ്ടിട്ട് പോലും നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താണ്, ഒരു ചെറിയ ന്യൂസ്, എന്താണ് ഒരു ചെറിയൊരു ഡോസ് ആണ് കൊടുത്തത് അല്ലെ. സെരൂരി ഖുരക, ആവശ്യമായിട്ടുള്ള ഒരു ഡോസ് അല്ലേ അച്ഛൻ കൊടുത്തത്. അപ്പം ഈ കഥയുടെ ഇതാണ്, ഈ ഏകാംഗിയുടെ ഹെഡിങ്ങുമായിട്ട് ഇത് എത്രത്തോളം അനുകൂലമായിരിക്കുന്നു അല്ലെ. ഇതിനും പറയുന്നത് എന്താണ്, ഒരു ആവശ്യത്തിനുള്ള ഒരു ഡോസ് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ ഡോസ് എത്രത്തോളം ഇതുമായിട്ട് ചേരുന്നുണ്ടെന്ന്, ഈ കഥയുമായിട്ട് ഈ ഏകാംഗിയുമായിട്ട് എത്രത്തോളം ചേരുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഏകാംഗിയെ പഠിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം തന്നെ കുട്ടികളും എന്താണ് കുറച്ച് കാർട്ടൂണും ടോമാഞ്ചറിയും ഒക്കെയാണ് കണ്ടോണ്ടിരുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇരുന്ന് കാർട്ടൂണോ ടോമാഞ്ചറിയോ കാണണോ, അല്ല കാണാം ആവശ്യത്തിന്, അതിനെല്ലാം ഒരു നിശ്ചിത സമയം വേണം അല്ലെ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ന്യൂസ് ചാനലൊക്കെ വെച്ചൊന്ന് കാണുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.